ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധത്തിലെ അവസാന അധ്യായമായിട്ടുള്ള 49-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്രൂരന്റെ ഹസ്തിനപുര ദൂത്. നമുക്ക് ആദ്യം വായിക്കാം, വായിച്ചിട്ട് കാണാം. നമ്മൾ 21ഓളം ശ്ലോകങ്ങൾ വ്യാഖ്യാനം കണ്ടു കഴിഞ്ഞു. ബാക്കി 10 ശ്ലോകങ്ങളെ ഇനിയുള്ളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 51-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. സ ഗത്വാ ഹസ്തിനപുരം പൗരവേന്ദ്രയശോऽങ്കിതം ദദർശ തത്രാംബികേയം സ ഭീഷ്മം വിദുരം പ്രധാം. സഹ പുത്രം ച ബാൽഹീകം ഭാരദ്വാജം സ ഗൗതമം കർണം സുയോധനം ദ്രൗണിം പാണ്ഡവാൻ സുഹൃദോപരാൻ. യദാ വധുപസംഗമ്യ ബന്ധുഭിർഗാന്ധിനീസുതഃ സംപൃഷ്ടസ്ഥൈഃ സുഹൃദ്വാർത്താം സ്വയം ചാപൃച്ഛദവ്യയം. ഉവാസ കതിചിന്മാസാൻ രാജ്ഞോ വൃത്തവിവിൽസയ ദുഷ്പ്രജസ്യാൽപസാരസ്യ ഖലചന്ദ്രാനുവർത്തിനഃ. തേജോജോബലം വീര്യം പ്രശ്രയാദീംശ്ച സദ്ഗുണാൻ പ്രജാനുരാഗം പാർത്തേഷു ന സഹദ്ഭിശ്ചികീർഷിതം. കൃതം ച ധാർത്തരാഷ്ട്രൈര്യത് ഗരദാനാദി അപേശലം ആചക്യൗ സർവമേവാസ്മൈ പൃഥാ വിദുര ഏവ ച. പൃഥാ തു ഭ്രാതരം പ്രാപ്തം അക്രൂരമുപസൃത്യ തം. ഉവാച ജന്മനിലയം സ്മരന്തി അശ്രുകലേക്ഷണ. അപി സ്മരന്തി ന സൗമ്യ പിതരൗ ഭ്രാതരശ്ച മേ. ഭഗിന്യോ ഭ്രാതൃപുത്രാശ്ച ജാമയഃ സഖ്യ ഏവ ച. ഭ്രാത്രേയോ ഭഗവാൻ കൃഷ്ണഃ ശരണ്യോ ഭക്തവത്സലഃ. പൈതൃശ്വസേയാൻ സ്മരതി രാമശ്ചാംബുരുഹിക്ഷണഃ. സാപത്നമധ്യേ ശോചന്തീം വൃകാണാം ഹരിണീമിവ സാന്ത്വയിഷ്യതി മാം വാക്യൈഃ പിതൃഹീനാംശ്ച ബാലകാൻ. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന. പ്രപന്നാം പാഹി ഗോവിന്ദ ശിശുഭിശ്ചാവസീദതി. നാന്യത്തവ പദാംബോജാത് പശ്യാമി ശരണം നൃണാം. ബിഭ്യതാം മൃത്യു സംസാരാത് ഈശ്വരസ്യാപവർഗികാത്. നമഃ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനെ യോഗേശ്വരായ യോഗായ ത്വാമഹം ശരണം ഗതാ. ശ്രീശുക ഉവാച. ഇത്യനുസ്മൃത്യ സ്വജനം കൃഷ്ണം ച ജഗദീശ്വരം പ്രാരുദുഃഖിതാ രാജൻ ഭവതാം പ്രപിതാമഹീ. സമദുഃഖസുഗോക്രൂരോ വിദുരശ്ച മഹായശാഃ. സാന്ത്വയാമാസ ദുഃഖുന്ദീം തൽപുത്രോൽപത്തിഹേതുഭിഃ. യാസ്യൻ രാജാനമഭ്യേത്യ വിഷമം പുത്രലാലസം
അവദത് സുഹൃദാം മധ്യേ ബന്ധുഭിഃ സൗഹൃദോദിതം. അക്രൂര ഉവാച ഭോ ഭോ വൈചിത്രവീര്യത്വം കുരൂണാം കീർത്തിവർദ്ധനഃ ഭ്രാതര്യുപരതേ പാണ്ഡൗ അധുനാസനമാസ്ഥിതഃ. ധർമ്മേണ പാലയന്നുർവീം പ്രജാഃ ശീലേന രഞ്ജയൻ വർത്തമാനഃ സമസ്വേഷു ശ്രേയഃ കീർത്തിം അവാപ്സ്യസി. അന്യഥാ ത്വാചരൻ ലോകേ ഗർഹിതോ യാസ്യസേ തമഃ. തസ്മാത് സമത്വേ വർത്തസ്വ പാണ്ഡവേഷ്വാത്മജേഷു ച. നേഹ ചാത്യന്ത സംവാസഃ കർഹിചിത് കേനചിത് സഹ. രാജൻ സ്വേനാപി ദേഹേന കിമു ജായാത്മജാദിഭിഃ. ഏകഃ പ്രസൂയതേ ജന്തുഃ ഏക ഏവ പ്രലീയതേ. ഏകോ ന ഭുങ്ക്തേ സുകൃതം ഏക ഏവ ച ദുഷ്കൃതം. അധർമ്മോപചിതം വിത്തം ഹരന്ത്യന്യേ അല്പമേധസഃ. സംഭോജനീയാപദേശൈഃ ജലാനീവ ജലൗകസഃ. പുഷ്ണാതി യാനധർമ്മേണ സ്വബുദ്ധ്യാതം അപണ്ഡിതം. തേ അകൃതാർത്ഥം പ്രഹിണ്വന്തി പ്രാണാരായ സുതാദയഃ. സ്വയം കിൽബിഷമാദായ തൈസ്ത്യക്തോ നാർത്തകോവിദഃ. അസിദ്ധാർത്ഥോ വിശത്യന്തം സ്വധർമ്മ വിമുഖസ്തമഃ. തസ്മാത് ലോകമിമം രാജൻ സ്വപ്നമായ മനോരഥം വീക്ഷ്യായം യാത്മനാത്മാനം സമശാന്തോ ഭവ പ്രഭോ. ധൃതരാഷ്ട്ര ഉവാച യഥാ വദതി കല്യാണീം വാചം ദാനപതേ ഭവാൻ. തദാനയാ ന തൃപ്യാമി മർത്യഃ പ്രാപ്യ യഥാമൃതം. തദാ വിസൂനൃതാ സൗമ്യ ഹൃദി ന സ്ത്രീയതേ ചലേ. പുത്രാനുരാഗ വിഷമേ വിദ്യുത് സൗദാമനീയതാ. ഈശ്വരസ്യ വിധിം കോനു വിദുനോത്യന്യഥാ പുമാൻ. ഭൂമേർഭാരാവതാരായ യോവതീർണോ യതോ കുലേ. യോ ദുർവിമർശപതയാ നിജമായയേദം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ടഃ. തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വരായ. ശ്രീശുക ഉവാച ഇത്യഭിപ്രേത്യ നൃപതേഃ അഭിപ്രായം സ യാദവഃ. സുഹൃദ്ഭിഃ സമനുജ്ഞാതഃ പുനർയദുപുരീമഗാദ്. ശശംസ രാമകൃഷ്ണാഭ്യാം ധൃതരാഷ്ട്രവിചേഷ്ടിതം. പാണ്ഡവാൻ പ്രതി കൗരവ്യ യദർത്ഥം പ്രേഷിത സ്വയം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഏകോനപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമാപ്തോയം ദശമസ്കന്ധസ്യ പൂർവാർദ്ധം. നാരായണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതം അക്രൂര ദൂത അതിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണ. നമ്മൾ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവന്മാരുടെ കുശലാന്വേഷണത്തിനായിക്കൊണ്ട് അക്രൂരൻ ഹസ്തിനപുരത്തിൽ വന്നിരിക്കുന്നതും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സുസൂക്ഷ്മം നിരീക്ഷിക്കുന്നതും പഠനവിധേയമാക്കുന്നതും അല്ലേ, ഒരു ഏകാംഗ കമ്മീഷൻ ഭഗവാൻ അയച്ചതാണ്. പാണ്ഡവന്മാരെ കൗരവന്മാർ പീഡിപ്പിക്കുന്നത് അന്വേഷിക്കാനായിട്ട്. അപ്പോൾ അത് തൻ്റെ മിഷൻ വേണ്ടതുപോലെ അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്.
കുന്തിദേവിയും വിതുരനും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കുന്തിദേവിയുടെ കരച്ചിൽ നമ്മൾ കണ്ടു. അവസാനം ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ദേവിയുടെ 3 ശ്ലോകങ്ങൾ ഗംഭീരമായിട്ട് ഇന്നലെ നമ്മൾ കണ്ടു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ ശിശുഭിശ്ചാവസീതതീം. എൻ്റെ ശിശുക്കളോടുകൂടി തളർന്നിരിക്കുന്നവളായ പ്രപന്നയായ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ അങ്ങ് പരിപാലിച്ചാലും ആ യോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന ഗോവിന്ദ കൃഷ്ണ കൃഷ്ണ എന്ന് ഭഗവാനെ സംബോധന ചെയ്ത് ഭഗവാനുള്ളൊരു സന്ദേശമായി പ്രാർത്ഥനയായി അക്രൂരൻ വശം. ഇനി അങ്ങല്ലാതെ വേറൊരു ശരണം ഒരു മനുഷ്യർക്കുമില്ല. എല്ലാവരും മൃത്യുസംസാരാത് ബിഭ്യത ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മനുഷ്യർക്കും അങ്ങയുടെ പാദകമലം മോക്ഷത്തെ നൽകുന്ന അപവർഗത്തെ നൽകുന്ന അപവർഗികാത് പദാംബോജാത് അന്യത് ശരണം നൃണാം ന പശ്യാമി. മറ്റൊരു ശരണം കാണുന്നില്ല. അപ്പൊ അങ്ങ് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളവൻ, സുഖസ്വരൂപനായിട്ടുള്ളവൻ. അങ്ങയെയാണ് എല്ലാ ജനങ്ങളും ഭജിക്കേണ്ടത്. അങ്ങയെ ഭജിക്കാത്തവരൊക്കെ ഈ സംസാര സാഗരത്തിൽ കിടന്ന് പെടാപ്പാടുപെടും, ചക്രശ്വാസം വലിക്കും. അപ്പൊ ആർക്കെങ്കിലും വിവേകമുണ്ടെങ്കിൽ, രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവരൊക്കെ ഭജിക്കേണ്ടത് ആ ഭഗവാന്റെ പാദങ്ങളെയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഭഗവാന് നമസ്കാരം സമർപ്പിച്ച് ശരണാഗതി ചെയ്തു. നമ കൃഷ്ണായ ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനേ യോഗേശ്വരായ യോഗായ ത്വാമഹം ശരണം ഗതാ. അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് ആ കുന്തിദേവി തൻ്റെ ആ ഒരു ഭഗവാനോടുള്ളതായിട്ടുള്ള ശരണാഗതിയെ അക്രൂരന്റെ അടുത്ത് അറിയിച്ചു. ആ ദേവി വളരെ വാവിട്ട് കരഞ്ഞു എന്നുള്ള പ്രാരുത ദുഃഖിത ഭവതാം പ്രപിതാമഹി. അല്ലയോ പരീക്ഷത്ത് രാജാവെ, അങ്ങയുടെ പ്രപിതാമഹിയായ ദേവി ആ ഹസ്തിനപുരത്തില് വല്ലാത്ത പീഡകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഭഗവാനെ വിളിച്ചു കരഞ്ഞു. എന്നാൽ അക്രൂരനും വിതുരനും നല്ല പക്വതയുള്ളവരായതുകൊണ്ട് കുന്തിയെ സാന്ത്വനിപ്പിച്ചു. അവൾക്കുണ്ടായിട്ടുള്ള പുത്രന്മാരുടെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട്, ദേവന്മാരിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ് ദേവിയുടെ പുത്രന്മാർ. അവർ സാധാരണക്കാരല്ല, അവർ വെറുതെ വന്നവരല്ല. അവർക്ക് ഭഗവാന്റെ ദൗത്യത്തിൽ പങ്കുള്ളവരാണ്. ഭഗവാന്റെ സഹായികളായി ഈ ഭൂമിയുടെ ഭാരം തീർക്കാൻ വന്നിട്ടുള്ളവരാണ് അവർ. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും. അവർക്ക് നേടേണ്ടതെല്ലാം അവർ നേടിയിരിക്കും എന്ന് ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് ആ പുത്രനിൽ ആസക്തിയുള്ള ലാലസനായിട്ടുള്ള സമബുദ്ധിയോടെ വർത്തിക്കാത്ത വിഷമനായ ആ രാജാനമഭ്യേത്യ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്ന് എല്ലാവരുടെയും സദസ്സിൽ വെച്ച് സുഹൃതാം മധ്യേ ബന്ധുഭിഹി സഹ സൗഹൃദോദിതം അവതത്. ആ ഭഗവാൻ സൗഹൃദ ഭാഷയിൽ പറഞ്ഞയച്ചതായിട്ടുള്ള സന്ദേശത്തെ ആ സഭയിൽ ധൃതരാഷ്ട്രനോട് അക്രൂരൻ പറഞ്ഞു. അല്ലയോ വൈചിത്രവീര്യ, അങ്ങ് കൗരവന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കേണ്ടവനാണ്. അങ്ങയുടെ അനുജനായ പാണ്ഡു മരിച്ചു പോയപ്പോഴാണ് അങ്ങ് ഈ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നത്. എന്തായാലും ഇരുന്നു പോയി. എന്നാൽ പിന്നെന്താ ചെയ്യേണ്ടത്? മര്യാദയ്ക്ക് ഭരിക്കുക. ധർമ്മേണ പാലയൻ നുർവീം പ്രജാഹ ശീലേന രഞ്ജയൻ. ഭൂമിയെ ധർമ്മം കൊണ്ട് പരിപാലിച്ച പ്രജകളെ അങ്ങയുടെ ശീലം കൊണ്ട്, അങ്ങയുടെ സ്വഭാവം കൊണ്ട്, കാരുണ്യാദി നന്മകളെ കൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരിലും സമബുദ്ധിയായിരുന്ന സമഹ വർത്തമാനഃ സ്വേഷു, എല്ലാ പ്രജകളിലും സ്വന്തം മക്കളിലും പാണ്ഡവന്മാരിലും എല്ലാവരിലും ആ സമഭാവനയോടുകൂടി അങ്ങ് വർത്തിച്ചാൽ അങ്ങയ്ക്ക് ശ്രേയസ്സും കീർത്തിയും പ്രാപിക്കാം. അന്യത മറിച്ചാചരിച്ചാൽ ഈ ലോകത്തിൽ അങ്ങ് ഗർഹിതനായി നിന്ദ്യനായി ഭവിക്കും.
തമഹ യാസ്യസേ, നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് സമത്വേ വർത്തസ്വ പാണ്ഡവേഷു ആത്മജേഷു ച, അങ്ങയുടെ പുത്രന്മാരിലും പാണ്ഡവന്മാരിലും അങ്ങ് സമഭാവനയോടെ വർത്തിക്കണം. രണ്ടു കൂട്ടരെയും അങ്ങയുടെ പുത്രന്മാരെന്ന ഭാവത്തിൽ കാണണം. ഇനി നമ്മൾ അധർമ്മം കൊണ്ട് എന്ത് സമ്പാദിച്ചിട്ടും അത് അനുഭവിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ന ഇഹ അത്യന്ത സംവാസ കർഹിച്ചിത് കേനചിത് സഹ, ഒരിക്കലും ആരോടും കൂടെ നമ്മൾ ഒന്നിച്ചിരിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഈ അധർമ്മം പ്രവർത്തിക്കുന്നത് നിഷ്ഫലമാണ്, പ്രയോജനരഹിതമാണ്. നമ്മുടെ ദേഹം പോലും നമുക്ക് ശാശ്വതമല്ല. അപ്പൊ പിന്നെ ഭാര്യ മക്കളുടെ കാര്യം പറയേണ്ടതുണ്ടോ? രാജൻ സ്വേനാഭിദേഹേന കിമു ജായാത്മജാതിഭിഹി ഏകഃ പ്രസൂയത്തെ ജന്തുഃ ഏകയേവ പ്രലീയത്തെ ഏകോനുഭുങ്ക്തേ സുകൃതം ഏകയേവ ച ദുഷ്കൃതം. ഓരോരുത്തരും ഒറ്റയ്ക്ക് തന്നെയാണ് ജനിച്ചു വന്നത്, ഒറ്റയ്ക്ക് തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. ഇനി ഇവിടെ ജീവിക്കുമ്പോഴും അവരവരുടെ പ്രാരബ്ധമാണ് അവൻ ഭുജിക്കുന്നത്. മറ്റൊരാളുടെ കർമ്മഫലം നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് സത്കർമ്മം ചെയ്യൂ, സുഹൃതം ചെയ്യൂ, എങ്കിൽ അങ്ങയ്ക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവും, അങ്ങയ്ക്ക് കീർത്തിയും ഉണ്ടാവും, അങ്ങയുടെ മക്കൾക്ക് ആപത്തുകളില്ലാതിരിക്കും. അല്ലെ, അങ്ങ് വിപരീതം പ്രവർത്തിച്ചാൽ അങ്ങയുടെ മക്കളെ ലാളിച്ച് അവരുടെ തോന്നിയവാസങ്ങളെല്ലാം അങ്ങ് അനുവദിച്ചു കൊടുത്താൽ അവരുടെ കുരുത്തക്കേട് കൊണ്ട് തന്നെ, അവരുടെ കർമ്മം കൊണ്ട് തന്നെ അവരുടെ ദുരിതങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ മക്കളെ മര്യാദക്കാരായി വളരാനും അങ്ങ് എല്ലാവരിലും സമനായിട്ട് വർത്തിക്കാനും ശ്രദ്ധിക്കുക. ഇന്നലെ നമ്മൾ ഇത്ര വരെയാണ് കണ്ടത്. തുടർന്ന് കാണാം. അധർമ്മോപചിതം വിത്തം ഹരന്ത്യന്യേൽപമേധസഃ സംഭോജനീയാപദേശൈഃ ജലാനീവ ജലൗകസഃ. അധർമ്മോപചിതം വിത്തം ഹരന്ത്യന്യേൽപമേധസഃ സംഭോജനീയാപദേശൈഃ ജലാനീവ ജലൗകസഃ. അല്പമേധസഃ അധർമ്മോപചിതം വിത്തം അന്യേ സംഭോജനീയ അപദേശൈഃ ഹരന്തി. അല്പമേധസഃ വിവേകമില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, വകതിരിവില്ലാത്തവർ. എന്താണ് വകതിരിവ് വേണ്ടത്? അധർമ്മമായിട്ടുള്ള ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് അധർമ്മ മാർഗത്തിൽ തന്നെ പോകും. അതുകൊണ്ട് ധനം സമ്പാദിക്കുന്നത് അവനവൻ അർഹതപ്പെട്ടത് ധാർമ്മികമായിട്ട് വേണം സമ്പാദിക്കാൻ. ഒരു ചൊല്ലുണ്ട്, യന്യായേനാർജിതം വിത്തം തന്യായേന വിനശ്യതി എന്ന്. യന്യായേനാർജിതം വിത്തം തന്യായേന വിനശ്യതി. എല്ലാവരും മനസ്സിലാക്കി പഠിച്ചു വെച്ചോളൂ. യത് ന്യായം, യന്യായം. ആ ന്യായം കൊണ്ട്, ഏതൊരു ന്യായം കൊണ്ട് നിങ്ങൾ ആർജിതം വിത്തത്തെ ആർജിക്കുന്നുവോ ആ വിത്തം തന്യായേന വിനശ്യതി എന്ന് പറഞ്ഞാലോ, മറ്റുള്ളവരെ വേദനിപ്പിച്ചും തട്ടിപ്പറിച്ചും കള്ളത്തരത്തിലും വഞ്ചനയിലൂടെയും അധാർമികമായിട്ട് നിങ്ങൾ ധനം സമ്പാദിച്ചാൽ ആ ധനം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് മറ്റ് അധർമ്മികൾ, നിങ്ങളെക്കാൾ സ്മാർട്ടായിട്ടുള്ള അധർമ്മികൾ നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. പലതുണ്ട്. തട്ടിപ്പറിച്ചത് പൊട്ടിത്തെറിക്കും. പലതരം പഴഞ്ചൊല്ലുകളുണ്ട്. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊക്കെ പറഞ്ഞവിടെ പഴഞ്ചൊല്ലുകളുണ്ട് നാട്ടുമുറത്ത്. അവിടെ ചെട്ടി എന്നുള്ളത് കച്ചവടക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ്, വൈശ്യൻ.
പലപ്പോഴും കച്ചവടക്കാർ മറ്റുള്ളവരുടെ പല രീതിയിൽ പറ്റിച്ചുകൊണ്ട് ധനം സമ്പാദിച്ചാൽ അവർക്ക് ദൈവം ശിക്ഷ കൊടുത്തോളും. ഈ ധനസമ്പാദനത്തിൽ മുഖ്യമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വൈശ്യന്മാർ. കൃഷി, ഗോരക്ഷ, വാണിജ്യം അങ്ങനെയുള്ള പ്രൊഡക്ഷനിലും അതിൻ്റെ വിപണനത്തിലും അവരാണ് മെനക്കെടുന്നത്. മറ്റ് ബ്രാഹ്മണ ക്ഷത്രിയന്മാരൊന്നും സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. വൈശ്യന്മാരുണ്ടാക്കുന്നതിനെ കൊണ്ട് ഉപജീവനം ചെയ്യുന്നവരാണ് ബാക്കിയുള്ള 3 സമൂഹവും. ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്രന്മാരല്ല. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഈ ഭൂമിയിൽ സൃഷ്ടി നടത്തുന്നവർ അഥവാ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത് വൈശ്യന്മാരാണ്. അതിനെ കച്ചവടം ചെയ്യുന്നതും വൈശ്യന്മാരാണ്. അവരാണ് ധനത്തെ സംരക്ഷിക്കുന്നവർ, ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കുന്നവർ. അവർ മര്യാദക്കാരായിരിക്കണം. അതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ന്യായേന ആർജിതം വിത്തം തന്യായേന വിനശ്യതി. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അർഹതയില്ലാത്തത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഡോക്ടർമാർക്ക് കൊടുത്തോ മരുന്നിന് കൊടുത്തോ ആശുപത്രിക്ക് കൊടുത്തോ പോകും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ തന്നെ കുരുത്തം കെട്ടവരായി ധൂർത്തന്മാരായി കള്ളുകുടിയന്മാരും എല്ലാമായിട്ട് മാറും. അതല്ലെങ്കിൽ കള്ളന്മാർ അപഹരിച്ചിട്ടോ ബാങ്ക് പൊളിഞ്ഞിട്ടോ ഷെയറിന്റെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ കൊറോണ വന്നിട്ടും പോകാം, അല്ലേ? കൊറോണ വന്നാലും കയ്യിലുണ്ടായിരുന്നൊക്കെ പോയി എന്ന് വരും. കൊറോണ കാലത്ത് കച്ചവടക്കാർക്കൊക്കെ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അവരുടെ എന്താ പറയുക, പ്രോഡക്ട്സ് വിറ്റ് പോകാതെയും ഇനി കടം കൊടുത്തതൊന്നും തിരിച്ചു കിട്ടാതെയും അതാണ് കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. പിരിക്കാൻ പോകാൻ പോലും നിവൃത്തിയില്ല. കടം മേടിച്ചവർ കട പൂട്ടിയിട്ട് പോയി, അല്ലേ? ഹോൾസെയിൽ അതിൽ സപ്ലയേഴ്സിൽ നിന്ന് റീറ്റെയിലർമാർ വാങ്ങിച്ച് കടമൊക്കെ മേടിച്ചിട്ട് കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ ആയപ്പോൾ പിന്നെ അവരുടെ പൊടി പോലുമില്ല കണ്ടുപിടിക്കുക. അങ്ങനെ ഒരുപാട് ഹോൾസെയിലേഴ്സാണ് ശരിക്ക് പാപ്പരായത്. വല്ലാത്ത കഷ്ടങ്ങൾ എല്ലാം വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. സുഖമായി അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന വലിയ കാറും വീടുകളും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള വലിയ കച്ചവടക്കാർ കൊറോണ കഴിയുമ്പോഴേക്കും അവരുടെ കടങ്ങൾ വീട്ടാനായിട്ട് അവർ ബാങ്കിൽ നിന്ന് എടുത്തതും മറ്റ് അവർക്ക് സപ്ലയേഴ്സ് തുടർന്നും സപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളതുണ്ട്. എന്നാൽ ഇവരുടെ നിന്ന് വാങ്ങിച്ച റീറ്റെയിലേഴ്സ് മുങ്ങി. അപ്പൊ എല്ലാം ന്യായേനാർജിതം തന്യായേന വിനശ്യതി. അതുകൊണ്ട് എല്ലാം മര്യാദ വേണം. ഏത് കാര്യത്തിലും മര്യാദ വേണം എന്ന് പറയാം. ധർമ്മം വേണം. അതാണ് ഇവിടെ അല്പമേധസഹ അധർമ്മോപചിതം വിത്തം. അല്പബുദ്ധിയായിട്ടുള്ള ഒരാളുടെ അല്പമേധസഹ അല്പമേധ തസ്യ അല്പമേധസഹ അല്പബുദ്ധിയായ ഒരുവന്റെ അധർമ്മോപചിതം വിത്തം, അധർമ്മത്തിലൂടെ ആർജിച്ചതായിട്ടുള്ള വിത്തം, തെറ്റായ മാർഗത്തിലൂടെ ആർജിച്ചതായിട്ടുള്ള വിത്തം അന്യേ മറ്റു പലരും സംഭോജനീയ അപദേശൈഹി ഹരന്തി. സംഭോജനീയ അപദേശം എന്ന് പറഞ്ഞാൽ, സംഭോജനീയ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കൂടി ഭുജിക്കേണ്ടവർ എന്നുള്ള അപദേശം, വ്യാജം എന്ന പേരിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ ഒരാൾ കുടുംബനാഥൻ സമ്പാദിച്ചാൽ അയാളുടെ കൂടെ സംഭോജനീയന്മാരാണ് അയാളുടെ ഭാര്യ, മക്കള്, മറ്റ് ആശ്രിതരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ. ഒരു ഗൃഹത്തില് കാരണം അവർ സമ്പാദിക്കുന്നു, ബാക്കി അദ്ദേഹത്തെ ആശ്രയിച്ച് കുടുംബത്തില് വലിയ കുടുംബങ്ങളായിരിക്കാം, ചെറിയ കുടുംബങ്ങളായി, എന്തായാലും അവർ കൂടെയുള്ളവരൊക്കെ സംഭോജനീയന്മാരാണ്, ഒന്നിച്ച് ഭക്ഷിക്കേണ്ടവർ. അപ്പൊ എന്തായാലും ഒരാള് സമ്പാദിക്കാൻ കാരണം അവര് അധർമ്മ മാർഗത്തിലൂടെയൊക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു, കൂടെയുള്ള ഈ ബന്ധുക്കള് നല്ലോണം ശാപ്പിട്ട് മുടിക്കുന്നു. മുടിയന്മാരായ പുത്രന്മാരെ കൊണ്ട് ഇയാൾ സമ്പാദിച്ചതൊക്കെ പോകും. അതാണ് സംഭോജനീയ അപദേശൈ.
ആ വ്യാജേന സംബോധനീയന്മാരാകുന്ന ആ വ്യാജേന എന്ത് പോണു? ഹരന്തി, ഹരിച്ചെടുക്കുന്നു, അപഹരിക്കുന്നു എന്നർത്ഥം. ഏതുപോലെ? ജലൗകസഹ ജലാനീവ. ഒരു ദൃഷ്ടാന്തം പറഞ്ഞതാണ്. ജലൗകസഹ ജലാനീവ. ജലൗകസുകൾ എന്ന് പറഞ്ഞാൽ ജലജന്തുക്കൾ. അതിൽ ഇപ്പോ മത്സ്യങ്ങൾ, വലിയ വലിയ മത്സ്യങ്ങള് കുറെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു വിടും. കുഞ്ഞുങ്ങളോട് സ്നേഹപാശമൊക്കെ കാണിക്കും, വളരെ വാത്സല്യമൊക്കെ കാണിക്കും, അവരെ കൊണ്ടു നടക്കും, വളർത്തിക്കൊണ്ടുവരും. പക്ഷേ കുറെ കാലം ആ ജലാശയത്തിൽ വേറെ സോഴ്സ് ഇല്ലാതായാൽ, മഴ പെയ്യാതെയോ ജലാശയത്തിലേക്ക് വെള്ളം വരാതെയോ ആയിക്കഴിഞ്ഞാൽ ഈ കൂടെയുള്ള തങ്ങൾ ജനിപ്പിച്ച മക്കളാകുന്ന മത്സ്യങ്ങൾ തന്നെ അതിലുള്ള വെള്ളം കുടിച്ചു വറ്റിച്ച് ആരാണോ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്, മക്കളെയൊക്കെ ജനിപ്പിച്ചത്, അവരും ഈ വെള്ളമില്ലാതെ വറ്റി നശിച്ചു പോകും. അപ്പോൾ സംഭോജനീയന്മാരാണ് ആര്? ഈ വലിയ മത്സ്യങ്ങൾക്ക് അതിന്റെ കുഞ്ഞു മത്സ്യങ്ങൾ. ആ കുഞ്ഞു മത്സ്യങ്ങൾ എപ്രകാരമോ ആ ജലാശയത്തിലെ ജലത്തെ മുഴുവൻ കൺസ്യൂം ചെയ്ത് ഒട്ടും ജലമില്ലാതെയായി മാറുന്നത്, അപ്പോൾ ഈ തള്ള മത്സ്യങ്ങളും സ്വയം വെള്ളമില്ലാതെ നശിച്ചു പോകുന്നത് പോലെ അച്ഛനമ്മമാർ അധാർമിക മാർഗത്തിലൂടെ ധനം സമ്പാദിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ ആ മക്കൾ ഈ അച്ഛനമ്മമാർ സമ്പാദിച്ച ധനത്തെ മുഴുവൻ തിന്നു മുടിച്ച് അച്ഛനമ്മമാരെ പോലും പെരുവഴിയിലാക്കും. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളെ അവര് വയസ്സുകാലത്ത് നോക്കുമെന്ന്. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്ന അധർമ്മം കണ്ടിട്ടാണ് അവർ വളരുന്നത്. ഒരു മൂല്യവുമില്ലാതെ, അന്യന്റെ കണ്ണുനീര് കാണാനുള്ള മനസ്സില്ലാതെ, ഒരു ദയയുമില്ലാതെ, സ്വന്തം അച്ഛനമ്മമാരോട് പോലും മോശമായി പെരുമാറുന്ന അവരെ കണ്ടാണ് അവരുടെ മക്കൾ വളരുന്നത്. സഹോദരന്മാരോടൊക്കെ മത്സരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം, അല്ലേ? ഈ നമ്മുടെ കോടതികളിലെ കേസുകൾ, ഏറ്റവും കൂടുതൽ കേസുകൾ ആര് തമ്മിലാ? സഹോദരന്മാർ തമ്മിലുള്ള കേസുകളാണ് പണ്ടൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ആ കേസുകളൊക്കെ. ഒരു 30 കൊല്ലവും 40 കൊല്ലമായിട്ടുള്ള കേസുകൾ, സിവിൽ കേസുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആര് തമ്മിലാ? സഹോദരന്മാർ തമ്മിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയോ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ കോടതിയിൽ കൊണ്ടുപോയിട്ട് ആരും തിന്നണ്ട എന്നുള്ള മട്ടില് കുറെ വക്കീലന്മാർക്കും കോടതിയിൽ ഫീസുകളായിട്ടും കുറെ കാശ് കളഞ്ഞുകൊണ്ടേയിരിക്കണം. രണ്ടു കൂട്ടർക്കും തിന്നാൻ പറ്റുന്നില്ല. ഈ കോടതിയിൽ കൊടുത്ത ഫീസുകളും വക്കീലിന് കൊടുത്ത ഫീസും ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കേസ് ഒത്തുതീർപ്പാക്കിയിരുന്നെങ്കിൽ, പരസ്പരം സഹകരിച്ച് നീ എൻ്റെ അനുജനല്ലേ കുറച്ച് കൂടുതലെടുത്തോ എന്ന് സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ അനുജന ജ്യേഷ്ഠനോട് അല്പമെങ്കിലും സ്നേഹം ബാക്കിയുണ്ടാവും. ഇത് കണ്ടാണ് മക്കൾ വളരുന്നത്. സ്വന്തം സഹോദരനോട് വീറും വാശിയോടെ കേസ് വാദിക്കുക, അവരുടെ വീട്ടിൽ ഒരു വിശേഷത്തിനും നമ്മൾ പോകണ്ടെന്ന് കുട്ടികളോട് തന്നെ പറയുക. ഞങ്ങൾ തമ്മിൽ ശത്രുതയാണ്, ഞങ്ങൾ തമ്മിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ സഹോദരന്റെ വീട്ടിൽ ഞങ്ങൾ പോകുന്നില്ല, മക്കളും പോകണ്ട. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ പിന്നെ ഈ കുട്ടികൾക്കും സ്വന്തം സഹോദരന്മാരോട് എങ്ങനെയുണ്ടാവുക? ഇപ്പൊ പിന്നെ ഭാഗ്യം സഹോദരന്മാരൊന്നും ഇല്ല, ഒന്നേ ഉള്ളൂ. ഒന്നുള്ളതിനെ ഒലയ്ക്ക കൊണ്ട് തല്ലണം എന്ന് പറയും. അപ്പൊ മനുഷ്യൻ സ്വാർത്ഥത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അധാർമിക മാർഗത്തിൽ ധനം സമ്പാദിച്ചാൽ തീർച്ചയായിട്ടും അത് ചോർന്നു പോകും. അത് സ്വന്തം മക്കൾ തന്നെ നശിപ്പിച്ച് തീർത്തു തരും. ആ മക്കള് ശത്രുക്കളായി മാറും. അധർമ്മോപചിതം വിത്തം ഹരന്യന്യേൽപമേധസഃ സംഭോജനീയാപദേശൈഃ ജലാനീവ ജലൗകസഃ. ഇവിടെ ധൃതരാഷ്ട്ര മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ മക്കൾ തന്നെ ഈ കുലത്തിന്റെ നാശത്തിന് കാരണമാകും എന്നാണ് സൂചിപ്പിച്ചത്.
പുഷ്ണാദിയാൻ അധർമ്മേണ സ്വബുദ്ധ്യാ തം അപണ്ഡിതം തേ അകൃതാർത്ഥം പ്രഹിണ്വന്തി പ്രാണാരായ സുതാദയഃ. പുഷ്ണാദിയാൻ അധർമ്മേണ സ്വബുദ്ധ്യാ തം അപണ്ഡിതം തേ അകൃതാർത്ഥം പ്രഹിണ്വന്തി പ്രാണാരായ സുതാദയഃ. അപ്പോൾ സ്വബുദ്ധ്യ എന്ന് പറഞ്ഞാൽ സ്വകീയ ബുദ്ധിയ, സ്വാർത്ഥ ബുദ്ധിയ, ഇതെല്ലാം എന്റേത് എന്നുള്ള മനോഭാവത്തോടെ, മമതയോടുകൂടെ, വാസ്തവത്തിൽ ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം ഈശ്വരൻ്റേതാണ് എന്നുള്ള ബുദ്ധിയാണ് വേണ്ടത്. എല്ലാം ഈശ്വരൻ്റേതായതുകൊണ്ട് എല്ലാം എല്ലാവരുടേതുമാണ്. എല്ലാവർക്കും ഈ ലോകത്തിൽ അവകാശമുണ്ട്. നമ്മൾ മാത്രം എല്ലാവർക്കും അവകാശപ്പെട്ടതിനെ ചൂഷണം ചെയ്തും പൂഴ്ത്തിവെച്ചും കെട്ടിവളച്ചും പല രീതിയിൽ നമ്മൾ ധേനുകാസുരന്മാരെ പോലെ കഴിഞ്ഞുകൂടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരൊക്കെ ധേനുകാസുരന്മാരാണെന്ന് അവർ സ്വയം മനസ്സിലാക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള സ്വബുദ്ധിയ, തൻ്റേതെന്നുള്ള ഭാവത്താൽ യാൻ അധർമ്മേണ പുഷ്ണാദി, യാൻ ഏതൊരു മക്കളെയും ബന്ധുക്കളെയും അധർമ്മേണ പുഷ്ണാദി, അധർമ്മമാർഗത്തിലൂടെ സമ്പാദിച്ച് പോഷിപ്പിക്കുന്നത്. അപ്പൊ ഈ ബന്ധുക്കള് തങ്ങളുടെ മക്കളാണ്, ഈ ധനം തൻ്റേതാണ് എന്നെല്ലാം കരുതിക്കൊണ്ട് ഏതൊരാളുകളെ അധർമ്മമാർഗത്തിലൂടെ സമ്പാദിച്ച് പോഷിപ്പിക്കുന്നുവോ അവനാരാണ്? അകൃതാർത്ഥം അപണ്ഡിതം തം തേ പ്രാണാഹ രായഃ സുതാദയഃ പ്രഹിണ്വന്തി. അവൻ അകൃതാർത്ഥനാണ്. അകൃതാർത്ഥൻ കൃതാർത്ഥനല്ലാത്തവൻ, ചെയ്യേണ്ടത് ചെയ്യാത്തവൻ. എന്താണോ തനിക്ക് പ്രയോജനമുള്ളത് അത് ചെയ്യുന്നവനാണ് കൃതാർത്ഥൻ. കൃതം അർത്ഥം, തനിക്ക് അർത്ഥമുള്ള കാര്യത്തെ കൃതം ചെയ്തു, അവൻ കൃതാർത്ഥൻ. ഇത് തനിക്ക് അനർത്ഥമാകുന്ന കാര്യങ്ങളെ ചെയ്യുന്നവരാണ് അകൃതാർത്ഥന്മാര്. അപ്പോ ചെയ്യരുതാത്തത് ചെയ്യുക, തനിക്കൊരിക്കലും നല്ലതിനല്ലാത്ത വിപരീതമായ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് അകൃതാർത്ഥന്മാർ. മറ്റൊരർത്ഥത്തിൽ അതൃപ്തന്മാരുമാണ് അവര്. അവർക്കൊരു കാലത്തും തൃപ്തി ഉണ്ടാവാനും പോണില്ല. അപണ്ഡിതം, പണ്ഡിതനല്ല, തത്വമറിയാത്ത മൂഢനാണവൻ, മോഹിതനാണ്. ദേഹാദികളിൽ അഭിമാനിച്ചുകൊണ്ട് തൻ്റെ ദേഹത്തിന് സുഖം തരുന്നതായിട്ടുള്ള ഭാര്യാമക്കളെ മാത്രം സുഖിപ്പിക്കുന്നവനായിക്കൊണ്ട് അപണ്ഡിതനായിട്ടുള്ള തം അവനെ തേ പ്രാണാഹ രായഃ സുതാദയഃ പ്രഹിണ്വന്തി. അവന്റെ പ്രാണനും വെടിഞ്ഞു പോകും, തീർച്ചയാണ്. എല്ലാവരുടെ പ്രാണനും പോകും. ഇവിടെ ഇവന്റെ പ്രാണനും അല്ലെങ്കിൽ ദേഹവും വിട്ടുപോകും. അതുപോലെ രായഃ എന്ന് പറഞ്ഞാൽ ധനങ്ങൾ, അവൻ സമ്പാദിച്ച ധനങ്ങളൊക്കെ തീർന്നു പോകും. സുതാദയഃ അവന്റെ മക്കളും ഭാര്യയും എല്ലാവരും അവനെ ഉപേക്ഷിക്കുന്നു. എല്ലാവരും പ്രഹിണ്വന്തി, ഉപേക്ഷിക്കുന്നു. പിന്നെ എന്താ അവന് ബാക്കി? നീക്കിയിരിപ്പ് എന്താണ്? തന്റെ ജീവിതമാകുന്ന ബിസിനസ്സിൽ എന്താണ് നെറ്റ് പ്രോഫിറ്റ്? എല്ലാം ചെലവാക്കി കഴിഞ്ഞു. ആകെയുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്റെ അധർമ്മം, താൻ ചെയ്ത അധർമ്മം, അത് ഭാണ്ഡത്തിലുണ്ട്. അതാർക്കും വേണ്ട, അതാരും സ്വീകരിക്കാനും തയ്യാറല്ല. താൻ സമ്പാദിച്ച നല്ലതിനെല്ലാം അടികൂടി പിടിയും വലിയുമായിട്ട് ഈ പറഞ്ഞ ഭാര്യയും മക്കളുമൊക്കെ കിട്ടിയത് വേവുന്ന പെരയുന്ന ഊരുന്ന കഴുക്കോല് ലാഭം എന്ന് പറഞ്ഞ മാതിരി അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ മക്കള് അതെല്ലാം വലിച്ചുകൊണ്ട് പോകും. അപ്പോ അവസാനം ബാക്കിയാവുന്നത് ഈ ചെയ്ത അധർമ്മം എന്ന ഭാണ്ഡം. അതിന്റെ ഫലമായിട്ട് അവൻ അവസാനകാലം ദുരിതം അനുഭവിച്ച് ചക്രശ്വാസം വലിച്ചു കിടക്കും, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ. ഇതാണ് സത്യം, ഇത് പ്രപഞ്ച സത്യമാണ്. അപ്പോ അവനെ എല്ലാം വിട്ടുപോകുന്നു, എല്ലാവരും അവനെ ഉപേക്ഷിക്കുന്നു. അവന്റെ കർമ്മം മാത്രം അവന്റെ കൂടെ നിൽക്കുന്നു. എന്തിന്? ഇനിയും നരകിപ്പിക്കാൻ.
സ്വയം കിൽബിഷമാദായ തൈസ്ത്യക്തോ നാർത്ഥകോവിദഃ അസിദ്ധാർത്ഥോ വിശത്യന്തം സ്വധർമ്മവിമുഖസ്തമഃ. സ്വയം കിൽബിഷമാദായ തൈസ്ത്യക്തോ നാർത്ഥകോവിദഃ അസിദ്ധാർത്ഥോ വിശത്യന്തം സ്വധർമ്മവിമുഖസ്തമഃ. സ്വധർമ്മവിമുഖഃ, അവനവന്റെ കർത്തവ്യ കർമ്മങ്ങളിൽ നിന്ന് വിമുഖനായിരിക്കുന്നവൻ, താൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ചെയ്യാതെ അധർമ്മം പ്രവർത്തിക്കുക, പരധർമ്മം അനുഷ്ഠിക്കുക, ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ആളുകള് നാർത്ഥകോവിദഃ, അവൻ അർത്ഥത്തിൽ പുരുഷാർത്ഥത്തിൽ കോവിദനല്ല. എന്താണ് പുരുഷാർത്ഥം? എങ്ങനെയാണ് ആ പുരുഷാർത്ഥം സമ്പാദിക്കേണ്ടത്? പുരുഷാർത്ഥത്തിന് സ്ഥാനം ഏതുവരയ്ക്ക് ഏതേത് പുരുഷാർത്ഥം എന്നുള്ള പുരുഷാർത്ഥ തത്വങ്ങളൊന്നും അറിയാത്തവനാണ്. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് താൻ ജനിച്ചത്, എന്താണ് താൻ തന്റെ ജീവിതം കൊണ്ട് നേടേണ്ടത് എന്നറിവില്ലാത്തവനാണ് അർത്ഥകോവിദനല്ലാത്തവൻ. നാർത്ഥകോവിദഃ, അകോവിദൻ എന്നർത്ഥം. അസിദ്ധാർത്ഥഃ, അവൻ സിദ്ധാർത്ഥനാകുന്നില്ല, അവന്റെ അർത്ഥങ്ങളൊന്നും സിദ്ധിക്കാത്തവനായിട്ട് അവന്റെ ജന്മം പാഴായി പോകുന്നു എന്നർത്ഥം. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ സിദ്ധിക്കാതെ കന്നുകാലികളെ പോലെ ഇവിടെ വന്നു, എന്തൊക്കെയോ കാണിച്ചു, ഒന്നും നേടാതെ ഇവിടുന്ന് പോകുന്നു. അതാണ് അസിദ്ധാർത്ഥ, ഒരു മനോരഥവും സാധിക്കാതെ. തൈഹി തെക്തഃ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട്, ബന്ധുക്കളാലെല്ലാം ഏതൊരു ബന്ധുക്കൾക്ക് വേണ്ടി താൻ കൊള്ളരുതായ്മകൾ ചെയ്തുവോ ആ ബന്ധുക്കളാൽ ത്യജിക്കപ്പെട്ടവനായിട്ട് സ്വയം കിൽബിഷമാദായ അന്തം തമഃ വിശതി, സ്വയം താൻ തന്നെ കിൽബിഷം ആദായ താൻ ചെയ്ത പാപങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, പാപഭാണ്ഡം ചുമന്നുകൊണ്ട്, അത് ചുമക്കാൻ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് തന്നെ ചുമന്നുകൊണ്ട് പോണം. ചുമക്കാൻ വയ്യാത്ത ഭാണ്ഡവുമായിട്ട് പോകുമ്പോ പിന്നിൽ നിന്ന് യമഭടന്മാര് നല്ല എന്താ പറയുക, മൂർച്ചയേറിയ ആണികൾ തറച്ചതായിട്ടുള്ള ചാട്ടവാറ് കൊണ്ട് അടിക്കും. അപ്പോഴും ചുമന്നുകൊണ്ട് പോണം ഈ കർമ്മഭാണ്ഡങ്ങൾ. അതാണ് സ്വയം കിൽബിഷമാദായ, താൻ ചെയ്ത പാപങ്ങളുടെ ഭാണ്ഡത്തെ ചുമന്നുകൊണ്ട് അന്തം തമഃ പ്രവിശതി വിശതി, ആ അന്ധകാരപൂർണമായ നരകങ്ങളിലേക്ക്, എത്ര നരകങ്ങളുണ്ടോ ആ നരകങ്ങളിലൊക്കെ ചെന്ന് അവിടെയുള്ള അനുഭവങ്ങൾ, ദുരിതങ്ങൾ, തീർത്താ തീരാത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ പാപം അനുഭവിക്കാൻ താൻ മാത്രമേ ഉള്ളൂ, മറ്റൊരാളും അത് സ്വീകരിക്കാനില്ല. അപ്പോ തനിക്ക് ഈ വഴിയാത്രയ്ക്കുള്ള പൊതിച്ചോറാണ് താൻ ചെയ്യുന്ന പാപങ്ങളുടെ ഭാണ്ഡം. അതും ചുമന്നുകൊണ്ട് ഈ ദുഷ്ടന്മാർ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട്, ആരും സഹായിക്കാനില്ലാതെ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുകൊണ്ട് ഭാര്യ, മക്കൾ, ബന്ധുക്കൾ എന്നിവർക്ക് വേണ്ടി ആരും പാപം ചെയ്യാതിരിക്കുക. തസ്മാൻ ലോകമിമം രാജൻ സ്വപ്നമായ മനോരഥം വീക്ഷ്യായം ആത്മനാത്മാനം സമശാന്തോ ഭവ പ്രഭോ. അക്രൂരന്റെ ഉപദേശം കൺക്ലൂഡ് ചെയ്യണം. തസ്മാത് ലോകമിമം രാജൻ സ്വപ്നമായ മനോരഥം വീക്ഷ്യായം ആത്മനാത്മാനം സമശാന്തോ ഭവ പ്രഭോ. ഹേ രാജൻ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങ് ശ്രദ്ധിച്ചു കേൾക്കൂ. തസ്മാത്, ഞാൻ ഈ പറഞ്ഞ റീസണുകൾ കൊണ്ട് എല്ലാ കാര്യകാരണങ്ങളും ഞാൻ പറഞ്ഞിരിക്കുന്നു. തസ്മാത് ഇമം ലോകം സ്വപ്നമായ മനോരഥം വീക്ഷ്യ, ഈ ലോകം സ്വപ്നതുല്യമാണ്, മായയാണ്, മനോരഥമാണ്. ഇതി വീക്ഷ്യ, എന്നറിഞ്ഞിട്ട് ഇത് സത്യമല്ല, ശാശ്വതമല്ല, മിന്നി മറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ക്ഷണപ്രഭാ ചഞ്ചലം, മിന്നൽ പോലെ പെട്ടെന്ന് കാണാതാവുന്നതാണ്. ദൃഷ്ടനഷ്ടസ്വഭാവ, നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണാതാവുന്നതാണ് ഇതിന്റെ സ്വഭാവം.
ഇങ്ങനെയുള്ള അശാശ്വതമായിട്ടുള്ള ഈ ലോകത്തിന് വേണ്ടി അധർമ്മം പ്രവർത്തിക്കാതിരിക്കുക. അതാണ് സ്വപ്നമായ മനോരഥം വീക്ഷ്യ എന്ന് നല്ലതുപോലെ കണ്ടിട്ട് ആത്മാനം ആയമ്യ, അവനവന്റെ വിവേകബുദ്ധിയാകുന്ന ആത്മാനം നമ്മുടെ വികാര സമുച്ചയമായിരിക്കുന്ന മനസ്സ്, അതാണ് ഇവിടെ ആത്മാനം. മനസ്സിനെ ആയമ്യ നല്ലതുപോലെ നിയമിച്ചിട്ട് അടക്കിയിട്ട്, ഈ മനസ്സ് എപ്പോഴും കൊതിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത് ഒരു വലിയ പാത്രമാണ് ഈ മനസ്സ്. എന്ത് കൊണ്ടിട്ടാലും കാണാത്തൊരു പാതാള കിണറാണ് അല്ലെ, എന്തുകൊണ്ടിട്ടാലും അപ്രത്യക്ഷമാകുന്ന ഒരു അത്ഭുത പാതാള കിണർ പോലെയാണ് നമ്മുടെ മനസ്സ്. ഇതിലേക്ക് എന്ത് നിങ്ങൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടാലും അത് പിന്നെയും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, വിശന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഇനിയും 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 പറഞ്ഞ് വായും പൊളിച്ചിരിപ്പുണ്ടാവും. അതുകൊണ്ട് ഈ മനസ്സിനെയാണ് വിവേകബുദ്ധി കൊണ്ട് ആയമ്യ അടക്കിയിട്ട് ആ മനസ്സിന്റെ വായെ അങ്ങോട്ട് അടച്ചു കെട്ടു. അതിങ്ങനെ വായ പൊളിച്ച് ലോകത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയമ്യ സമഹ ശാന്തഃ ഭവ, ഹേ പ്രഭോ, അങ്ങ് ശക്തിയുള്ളവനാണ്, പ്രഭുവാണ്. അങ്ങനെയുള്ള അങ്ങ് സമഹ, എല്ലാവരിലും സമബുദ്ധിയോടുകൂടിയവനും, ശാന്തഃ, മനസ്സിനെ അടക്കിയവനായിട്ട്, സമം ശീലമുള്ളവനായിട്ട്, ഈ മനസ്സിന്റെ ഈ ആർത്തിയെ അങ്ങ് ശമിപ്പിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനായിട്ട് അർഹതയില്ലാത്തതൊക്കെ സ്വന്തമാക്കാനായിക്കൊണ്ട് അങ്ങ് പരിശ്രമിക്കരുത്. അതിൻ്റെ പേരിൽ മക്കളെ പോലെ തന്നെ ഉള്ളവരായ സ്വന്തം മക്കളെ പോലെ തന്നെ കാണേണ്ട പാണ്ഡവന്മാരെ ഉപദ്രവിക്കരുത്. തസ്മാല്ലോകമിമം രാജൻ സ്വപ്നമായ മനോരഥം വീക്ഷ്യായം ആത്മനാത്മാനം സമശാന്തോ ഭവ പ്രഭോ. ഇപ്പൊ നല്ല കണക്കിനാണ് അക്രൂരൻ കൊടുത്തത് അല്ലേ. ഭഗവാന്റെ ദൂതൻ എന്ന മട്ടിൽ വന്ന് പിന്നിൽ ഭഗവാനുണ്ട് എന്നുള്ള ധൈര്യത്തോടുകൂടെ അധർമ്മം നടക്കുന്നതായിട്ടുള്ള ആ കൗരവപക്ഷത്തെ നോക്കി, ധൃതരാഷ്ട്രയെ നോക്കിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. അതിന് ധൃതരാഷ്ട്രന്റെ മറുപടി നമുക്ക് കാണാം. 4 ശ്ലോകങ്ങൾ. ധൃതരാഷ്ട്ര ഉവാച യഥാ വദതി കല്യാണീം വാചം ദാനപതേ ഭവാൻ തദാ നയാ ന തൃപ്യാമി മർത്യഃ പ്രാപ്യ യഥാമൃതം. ധൃതരാഷ്ട്ര ഉവാച യഥാ വദതി കല്യാണീം വാചം ദാനപതേ ഭവാൻ തദാ നയാ ന തൃപ്യാമി മർത്യഃ പ്രാപ്യ യഥാമൃതം. അപ്പോ അക്രൂരന്റെ വാക്കുകളെ പ്രശംസിക്കുകയാണ് ഇവിടെ ധൃതരാഷ്ട്രം അല്ലേ. നമ്മളുമൊക്കെ അതെ, നല്ല പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് കേൾക്കാൻ സുഖമാണ്. നല്ല കാര്യമാണ് പറയണത്. എന്ത് നന്നായിട്ടാ ആ പ്രഭാഷകൻ കാര്യങ്ങൾ അവതരിപ്പിച്ചത്, ഇത്ര നന്നായിട്ടാ പറയണത്, നമുക്ക് കേൾക്കാൻ നല്ല സുഖം. പക്ഷേ ഇതൊക്കെ നമ്മളോടാണ് പറയുന്നത് എന്ന് എടുക്കുന്നില്ല. നമ്മളൊഴിച്ച് ബാക്കി അവിടെയുള്ളവർക്കൊക്കെ ഉള്ള ഉപദേശമാണത്. എനിക്കിപ്പോൾ ഉപദേശത്തിൻ്റെ കുറവൊന്നുമില്ല, എനിക്ക് ആവശ്യമില്ല. ഞാൻ മര്യാദക്കാരനാണ്. ഞാനിപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണ വെച്ചാൽ അപ്രകാരം തന്നെയൊക്കെ പോട്ടെ അല്ലേ. ഇങ്ങനെയാണ് എല്ലാവരും. ആരെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ കേട്ട് രസിച്ചിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ധൃതരാഷ്ട്രം പറയുന്നു, ഹേ ദാനപതേ, ദാനവാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് അക്രൂരൻ, മിടുക്കനാണ്. അതുകൊണ്ട് തന്നെയാണ് സമന്തകമണി അദ്ദേഹം കിട്ടിയപ്പോൾ കാശിയിൽ ചെന്ന് അതിനെ പൂജിച്ച് കിട്ടുന്നതായിട്ടുള്ള 8 ഭാരം സ്വർണം ദിവസവും കിട്ടുന്നത് അവിടെ പാവങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ കഴിഞ്ഞു. തിരിച്ചു വന്നപ്പോഴും ഭഗവാൻ ആ സമന്തകമണിയെ
അക്രൂരൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. അക്രൂരൻ അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദാനധർമ്മങ്ങൾക്ക് ഉപയോഗിച്ചു. അക്രൂരൻ നല്ല യോഗ്യനായിട്ടുള്ള ആളാണ്, ദാനശീലനാണ്. അത് തന്നെയാണ് പറയണത് ദാനപതേ എന്ന്. ഹേ ദാനപതേ, ഭവാൻ കല്യാണീം വാചം യഥാ വദതി അനയാഹം അമൃതം പ്രാപ്യ മർത്യഃ യഥാ തഥാ ന തൃപ്യാമി. അങ്ങ് ഭവാൻ കല്യാണീം വാചം യഥാ വദതി, ഇത്രയും മനോഹരങ്ങളായ ശുഭങ്ങളായ മംഗളങ്ങളായ വാക്കുകളെ എപ്രകാരം പറയുന്നുവോ യഥാ വദതി, അപ്പോൾ അനയാ അഹം ന തൃപ്യാമി, ഇതുകൊണ്ട് ഞാൻ തൃപ്തനാകുന്നില്ല. ഏതുപോലെ? അമൃതം പ്രാപ്യം അർത്യഃ യഥാ തദാഹം ന തൃപ്യാമി. അമൃതം കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് തൃപ്തിയാകുമോ? അമൃതം എത്ര സേവിച്ചാലും മതിയാവില്ല എന്ന് തോന്നുന്നതാണ് മനുഷ്യർക്ക്. അപ്പൊ അങ്ങനെയുള്ള ആ അമൃതത്തെ സേവിക്കുന്നത് പോലെ, മനുഷ്യർ അമൃതത്തെ മതിവരാതെ സേവിക്കുന്നത് പോലെയാണ് അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ എനിക്ക് എത്ര കേട്ടിട്ടും തൃപ്തിയാവുന്നില്ല, ഇനിയും കേൾക്കണം എന്ന് തോന്നിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ കേൾക്കാൻ നല്ല സുഖമുണ്ട്. അങ്ങയുടെ വാക്കുകൾ എൻ്റെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസം നൽകുന്നുണ്ട്. ഈ കേൾക്കുന്നവരുടെ ഉള്ളിലെ അശുഭവാസനകളെയൊക്കെ നശിപ്പിക്കുന്നതാണ് അങ്ങയുടെ വാക്കുകൾ എന്നൊക്കെ അതിൻ്റെ വ്യംഗ്യാർത്ഥം. തദാപി സുനൃതാ സൗമ്യ ഹൃദി നസ്ഥീയതേ ചലേ പുത്രാനുരാഗവിഷമേ വിദ്യുൽ സൗദാമനീയതാ. തദാപി സുനൃതാ സൗമ്യ ഹൃദി നസ്ഥീയതേ ചലേ പുത്രാനുരാഗവിഷമേ വിദ്യുൽ സൗദാമനീയതാ. കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ തദാപി, അങ്ങനെയാണെങ്കിലും ഹേ സൗമ്യ, അല്ലയോ പ്രിയദർശന, നല്ല ശീലമുള്ളവനെ, സൂനൃതാ തേ വാക്ക്, വളരെ മധുരമായിട്ടുള്ള അങ്ങയുടെ വാക്ക്, സത്യവും മൃദുവുമായിട്ടുള്ള അങ്ങയുടെ ഈ വാക്കുകൾ, സൗദാമിനി വിദ്യുത് യഥ, വിദ്യുത് മിന്നൽ, സൗദാമനി എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൽ പ്രവേശിച്ചിരിക്കുന്ന മിന്നൽ. അപ്പൊ പർവ്വതങ്ങളിൽ കാണപ്പെടുന്നതായിട്ടുള്ള മിന്നൽ പോലെ പുത്രാനുരാഗ വിഷമേ ചലേ ഹൃദി നസ്തീയത, എന്റെ ഹൃദയം ചലിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്നു ധർമ്മ അധർമ്മ പക്ഷങ്ങളിലേക്ക്. ചലമാണ്. എന്തുകൊണ്ട്? പുത്ര അനുരാഗ വിഷമമാണ് എൻ്റെ മനസ്സ്. പുത്ര അനുരാഗത്താൽ സമാവസ്ഥ നഷ്ടപ്പെട്ടത്, ബാലൻസ് നഷ്ടപ്പെട്ടത്, വിഷമാവസ്ഥയെ പ്രാപിച്ചത്, ഒരു പക്ഷത്തേക്ക് ആവശ്യമില്ലാതെ ചായുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ വീണ്ടും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴും ആ ഭാഗത്തേക്ക് പിന്നെയും ഭാരം കൂടുന്നു. അതിങ്ങനെ ഇളകിക്കൊണ്ട് ചലമായിരിക്കുന്നു എൻ്റെ മനസ്സ്. ചലേ ഹൃദി ന സ്ഥീയതേ, ചലിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ അത് സ്ഥിതി ചെയ്യുന്നില്ല, ഉറച്ചു നിൽക്കുന്നില്ല. എനിക്കറിയാം അങ്ങ് പറയുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്, അതനുസരിച്ചാൽ അമൃതം സേവിച്ചതിന് തുല്യമാണ്. അത് അവന്റെ ജീവിതത്തെ ധന്യമാക്കും, കൃതാർത്ഥമാക്കും. പക്ഷേ ഇവിടെ എനിക്കൊരു സൂക്കടുണ്ട്. എന്താ സൂക്കട്? ആ പുത്രാനുരാഗം കൊണ്ട് വിഷമം. ഒരു രോഗം ബാധിച്ചതുപോലെ ഞാൻ നോർമൽ അല്ല, എനിക്ക് ഈ ഒരു വൈഷമ്യം വന്ന് പെട്ടിരിക്കുന്നു. അപ്പൊ ഈ മിന്നൽ എങ്ങനെയാണോ പെട്ടെന്ന് പ്രകാശിക്കുന്നു, കാണാതെയാകുന്നു, പ്രകാശിക്കുന്നു, കാണാതെയാകുന്നു, ഇതുപോലെ എൻ്റെ മനസ്സിലെ വിവേകം ഇടയ്ക്ക് മിന്നുന്നുണ്ട്, പക്ഷെ സ്ഥിരമായി നിൽക്കുന്നില്ല. അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. അതിന് കാരണം ഇളക്കുന്നത് എന്താണ്? പുത്രനോടുള്ള അനുരാഗ വിഷയം. അപ്പൊ ആ പുത്രനോടുള്ള അനുരാഗം കുറയണം, എന്നാലേ എനിക്കിതിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. പക്ഷെ കുറയില്ല. എന്താ ചെയ്യുക? ഞാൻ അവശനാണ്. എൻ്റെ മനസ്സിൽ അങ്ങയുടെ ഉപദേശങ്ങളൊന്നും നിൽക്കുന്നില്ല. ഈ പാത്രം ഇങ്ങനെ ഇളകിക്കൊണ്ടിരുന്നാൽ പാത്രത്തിൽ കൊടുക്കുന്ന ദ്രവ്യം അതിൽ നിൽക്കുമോ? അത് പുറത്തേക്ക് തെറിച്ചു പോകും. ഇതുപോലെയാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഈ ഉപദേശങ്ങളൊന്നും നിൽക്കാൻ പോകുന്നില്ല, അത് വൈഷമ്യം പ്രാപിച്ചിരിക്കുന്നു. ഈശ്വരസ്യ വിധിം കോനു വിദുനോത്യന്യതാ പുമാൻ
ഭൂമേർഭാരാവതാരായ യോവതീർണോ യതോഃ കുലേ ഈശ്വരസ്യ വിധിം കോനു വിദുനോത്യന്യഥാ പുമാൻ ഭൂമേർഭാരാവതാരായ യോവതീർണോ യതോഃ കുലേ. അപ്പൊ എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സിങ്ങനെ ഇളകുന്നത്? എനിക്ക് അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ്, അതുപോലെ പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. എന്താ? ഈശ്വരൻ വിധിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഭഗവാൻ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് കാര്യങ്ങളെയൊക്കെ വിധിച്ചിരിക്കുന്നത്. എൻ്റെ മനസ്സ് ഇങ്ങനെ ആയിരിക്കണം, എങ്കിലേ ദുര്യോധനന്റെ പക്ഷത്ത് ഞാൻ നിൽക്കുള്ളൂ. എന്നിട്ട് ആ സാക്ഷാൽ കലി തന്നെയായ ദുര്യോധനനെ ഞാൻ സംരക്ഷിച്ച് സിംഹാസനത്തിൽ പിടിച്ചിരുത്തി കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് പാണ്ഡവന്മാരെ പുറന്തള്ളി. അപ്പോഴല്ലേ മഹാഭാരത യുദ്ധമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോഴല്ലേ ഭഗവാൻ എല്ലാവരെയും ഉന്മൂലനം ചെയ്ത് ഭൂമിയുടെ ഭാരമില്ലാതാക്കുള്ളൂ എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോവുകയാണ്. എന്താണ്? ഭൂമേഹേ ഭാരാവതാരായ യഹ യതോ കുലേ അവതീർണ. ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കാനായിക്കൊണ്ട് ഏതൊരു ഭഗവാനാണോ യദുവിന്റെ കുലത്തിൽ അവതരിച്ചിരിക്കുന്നത്, ആ ഈശ്വരസ്യ വിധിം, ആ ഈശ്വരന്റെ നിശ്ചയത്തെ, വിധിയെ, കോനു പുമാൻ അന്യതാ വിധുനോതി, ഏതൊരു പുരുഷന് മറ്റൊരു വിധത്തിലാക്കി ചെയ്യാൻ പറ്റും? അതിനെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ഈശ്വരൻ എങ്ങനെയാ നിശ്ചയിച്ചിരിക്കണതെങ്കിൽ അത് അങ്ങനെയല്ലേ നടക്കുള്ളൂ. അപ്പൊ ഈശ്വരന്റെ സ്ക്രിപ്റ്റില് ഞങ്ങൾ കൗരവന്മാർ എന്നും വില്ലന്മാരായിരിക്കാനാണ് ഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് സ്വയം അങ്ങനെ തന്നെ പറയണം. അപ്പൊ അതിനെ മറിച്ചാക്കി തീർക്കാൻ ഞാൻ എങ്ങനെ ശക്തനാവും? അതുകൊണ്ട് എൻ്റെ വിഷമം, ഈ പുത്രന്മാരോടുള്ള വാത്സല്യം അത് മാറുന്നേയില്ല. ഞാൻ അവശനാണ്. അപ്പോ ഭഗവാൻ യദുകുലത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത് ഈ ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹം എന്തൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ വിധി എന്താണോ അത് നടക്കും എന്ന് പറഞ്ഞ് സ്വയം വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്നാ പിന്നെ എല്ലാ കാലത്തും അങ്ങനെയായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അപ്പൊ പിന്നെ ദുഃഖമില്ല അല്ലേ? ഒരാള് എല്ലാം ഈശ്വരേച്ഛ എന്നുള്ള ബോധം എപ്പോഴും ഉണ്ടെങ്കിൽ തനിക്ക് ദുഃഖം വരുമ്പോഴും അത് അങ്ങനെ കണക്കാക്കണം. എല്ലാം ഈശ്വരേച്ഛ. ഇപ്പൊ ഈശ്വരൻ എനിക്കിതാണ് തന്നിരിക്കുന്നത്, അതിനെനിക്ക് യാതൊരു ദുഃഖവും. പക്ഷേ ഇതെന്താണ്? ഒരു ന്യായീകരണം മാത്രമാണ്. നമ്മളൊക്കെ എങ്ങനെയാണ് സ്വയം നമുക്ക് ധർമ്മം പ്രവർത്തിക്കാൻ വയ്യാതിരിക്കുമ്പോൾ നമ്മളെല്ലാം വിധി വിധി എന്ന് പറഞ്ഞിട്ട് ഈശ്വരനെയും വിധിയെയും ഉത്തരവാദിത്വം ഏൽപ്പിക്കും രക്ഷപ്പെടാൻ വേണ്ടി. അവിടുന്ന് തൽക്കാലം എൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറയാൻ വേണ്ടി. എന്നാൽ പിന്നെ എല്ലായ്പ്പോഴും എൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് വിചാരിക്കൂ. നിമിത്തമാത്രം ഭവ. അത് സാധിക്കുന്നില്ല. ദുഃഖം വരുമ്പോൾ അറിയാതെ ഞാൻ കരയുന്നു. ഈശ്വരനെ ചിലപ്പോൾ ചീത്ത വിളിച്ചു എന്ന് വരും, വിധിയെ ഞാൻ ചീത്ത വിളിക്കും. എന്ത് വിധി ഇത് എന്ന് പറഞ്ഞ് ഞാൻ കരയും അല്ലേ? ഈശ്വരൻ എനിക്ക് ഇത് തന്നുവല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഈശ്വരനെ തെറി വിളിക്കും. അത് പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ അതിന്റെ വിധി വരുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവണം. അതല്ലെങ്കിലോ എന്താണോ ഈശ്വരൻ ശരിക്കും വിധിച്ചിരിക്കണം. ഈശ്വരന്റെ വിധി എന്താണ്? വേദവിധിയാണ്, ധർമ്മശാസ്ത്രങ്ങളാണ്. നിങ്ങൾ അതിനനുസരിച്ച് ജീവിക്കൂ, എന്നാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ഞാൻ ഇടപെടാൻ വരുന്നില്ല. നമ്മളൊക്കെ നമുക്ക് വിധിച്ചിട്ടുള്ളതായിട്ടുള്ള ധർമ്മങ്ങളെ മര്യാദയ്ക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാണ്. നമ്മുടെ ഒരു കാര്യത്തിലും ഈശ്വരൻ ഇടപെടാൻ വരില്ല. അവരൊക്കെ മുതിർന്ന കുട്ടികളാണ്, അവരവരുടെ കാര്യം നോക്കാറായി, അവർ മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞാനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല
എപ്പോഴെങ്കിലും അവർക്ക് ക്ഷീണമുണ്ടാകുമ്പോൾ, അവർക്ക് ആരിൽ നിന്നെങ്കിലും അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ അവർക്ക് സഹായിച്ചുകൊള്ളാം എന്നുള്ള ഭാവത്തിൽ ഈശ്വരൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കും. നമ്മൾ ധർമ്മമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ ഈശ്വരൻ അപ്പപ്പം ഇടപെടില്ല. നമുക്ക് നല്ല ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധിയാണ് ഈശ്വരൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം. അതുപയോഗിച്ച് നമ്മൾ ധാർമ്മികരായി ജീവിച്ചാൽ പിന്നെ കരയേണ്ടി വരില്ല. മറ്റത് ഇത് വിധിയാണ് 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 എന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ എല്ലാം വിധിയാണെന്ന് പറയുക, അതേ നിവൃത്തിയുള്ളൂ. അപ്പം ഇതൊരു എന്താ പറയുക, വീക്കായ ഒരു മൈൻഡിന്റെ ജൽപ്പനമാണ്. സ്വന്തം വീക്ക്നെസ്സിനെ മറയ്ക്കാൻ വിധിയെ കൊണ്ടുവരികയാണ്. സ്വന്തം പ്രയത്നം കൊണ്ട് വിധിയെ മാറ്റാവുന്നതാണ്. ഈശ്വരൻ അപ്പം അനുകൂലിക്കും നമ്മളെ. ധൃതരാഷ്ട്രൻ തീരുമാനിക്കുകയാണ്, ഭഗവാൻ അല്ലെങ്കിൽ വേദങ്ങളിൽ, ശാസ്ത്രങ്ങളിൽ, ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ വിധിച്ച പ്രകാരം ഞാൻ ജീവിക്കും. എന്റെ രാജ്യഭാരം എല്ലാ പ്രജകൾക്കും ക്ഷേമകരമായിരിക്കും. സബ് കെ സാത്ത് സബ് കാ വികാസ് എന്ന് ധൃതരാഷ്ട്രങ്ങൾ തീരുമാനിച്ചാലോ, ഭഗവാൻ ധൃതരാഷ്ട്രയുടെ കൂടെ നിൽക്കും. പിന്നെ പാണ്ഡവന്മാരെ രാജാക്കന്മാരാവേണ്ട ആവശ്യമില്ല. തൽക്കാലം കൗരവന്മാരെ കൊല്ലേണ്ട ആവശ്യമില്ല. അപ്പൊ കൗരവന്മാരെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ധൃതരാഷ്ട്രയുടെ പ്രവൃത്തി ദോഷം കൊണ്ടാണ്. ഓരോരുത്തരുടെയും പ്രവൃത്തി ദോഷം അതിലേക്ക് കോൺട്രിബ്യൂട്ടഡ് ആവുന്നു. അപ്പൊ അതിൽ ഒരു നല്ല റോള് ധൃതരാഷ്ട്രക്കും ഉണ്ട്. പുത്രവാത്സല്യം എന്ന വൈഷമ്യം കൊണ്ട് അദ്ദേഹം പാണ്ഡവന്മാരെ പീഡിപ്പിക്കുന്നു, അവരെ പുറന്തള്ളാനായിട്ട് ശ്രമിക്കുന്നു, കൗരവന്മാർക്ക് അർഹതയിലും കൂടിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അല്ലേ? നമ്മുടെ കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെ, ഇതൊക്കെ തന്നെയാണ്. ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരെ അനധികൃതമായി വഴിവിട്ട് പല രീതിയിലും സഹായിക്കുക, ഭൂരിപക്ഷത്തെ ചവിട്ടിത്തേക്കുക. അപ്പൊ പിന്നെ ഈ ധൃതരാഷ്ട്രന്മാര് അതിന്റെ ഫലം അനുഭവിക്കും. ഇപ്പോഴുള്ള ധൃതരാഷ്ട്രന്മാരെ തീർച്ചയായിട്ടും അതിന്റെ ഫലം അനുഭവിക്കും. അപ്പോ ഈശ്വരസ്യ വിധിം കോനു വിധുനോത്യന്യഥാ പുമാൻ ഭൂമേർഭാരാവതാരായ യോവതീർണോ യതോ കുലേ യോ ദുർവിമർശപതയാ നിജമായേദം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ടഃ തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വരായ യോ ദുർവിമർശപതയാ നിജമായേദം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ടഃ തസ്മൈ നമോ ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വരായ. ആ ഭഗവാന് നമസ്കാരം എന്ന്, നമോ പരമേശ്വരായ നമഃ എന്ന് ഒരു നമസ്കാരം സമർപ്പിക്കുകയാണ് ഭഗവാനുള്ള സന്ദേശമായിട്ട്. ഞാൻ എൻ്റെ നമസ്കാരം അദ്ദേഹത്തെ അറിയിക്കണം, എന്നോട് ദയ തോന്നണം അദ്ദേഹത്തിന്, എന്നെ എൻ്റെ മക്കളെയും ഉപദ്രവിക്കാതിരിക്കണം, അങ്ങ് ചെന്ന് എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയുള്ള ഭാവത്തിൽ ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഒരു അവശനായിട്ട്. ഇവിടുത്തെ ധൃതരാഷ്ട്രയുടെ അവശത എന്ന് പറയുന്നത് പുത്രവാത്സല്യം കൊണ്ടുള്ള അവശതയാണ്. അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു, പുത്രാനുരാഗ വിഷമേ. അപ്പൊ തനിക്ക് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമുള്ള ധർമ്മം പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാനോട് ഇതാ ക്ഷമാപണം ചെയ്യുന്നു, എന്റെ ഈ വിഷമമതി കൊണ്ട്, പുത്രന്മാരോടുള്ള വാത്സല്യം കൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എന്നെയും എൻ്റെ മക്കളെയും ഉപദ്രവിക്കരുത് എന്നുള്ള ഒരു ദീനമായിട്ടുള്ളൊരു വിലാപമാണ് അദ്ദേഹത്തിന്റെ ഈ നമസ്കാരം. യോ ദുർവിമർശപദയാ നിജമായേദം സൃഷ്ട്വാ
ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ട. അപ്പോൾ ആള് അത്യാവശ്യം ജ്ഞാനമൊക്കെ ഉള്ള ആളുമാണ്. ധൃതരാഷ്ട്രൻ മോശക്കാരനല്ല. അദ്ദേഹം എന്താ പറയണത്? യഹ്, ഏതൊരു ഭഗവാനാണോ ദുർവിമർശപതയാ നിജമായയാ ഇതം സൃഷ്ട്വാ. ദുർവിമർശപതയാ നിജമായ തന്റെ മായ കൊണ്ടാണ് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. തന്റെ ശക്തി കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ചത്. എങ്ങനെയുള്ളതാണ്? ദുർവിമർശപതയാണ് ഈ മായ. അതിന്റെ പദം, അതിന്റെ മാർഗം, അതിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് വിമർശിക്കാൻ ദുർവിമർശം. അപ്പൊ മായയുടെ പ്രവൃത്തികള്, അതിന്റെ ചേഷ്ടകള് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് എത്ര ബുദ്ധിസാമർഥ്യമുള്ളവർക്കും വിമർശിക്കാൻ പ്രയാസം. ജ്ഞാനിനാം അഭിചേതാംസി ദേവി ഭഗവതി ഹി സാ ബലാദാകർഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. അല്ലേ? എത്ര വിവേകവും ജ്ഞാനവുമുള്ളവരാണെങ്കിൽ പോലും അവരുടെ മനസ്സിനെ ബലാദാകർഷ്യ മോഹായ പ്രയച്ഛസി മഹാമായ. ഇതന്നെയാണ് ധൃതരാഷ്ട്രം പറയുന്നത്. ആ മായയുടെ കളി ഉണ്ടല്ലോ, അതിന്നതെന്ന് പ്രവചിക്കാൻ ആർക്കും ആവില്ല. നാളെ എന്താ സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ല. ഓരോരുത്തരുടെയും മനസ്സ് ഏത് വഴിക്കാ തിരിയ എന്ന് ആർക്കും അറിയില്ല. ഈ മനസ്സ് തന്നെയാണ് മായേ. അപ്പോൾ എൻ്റെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും ഒക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പ്രവചിക്കാനാവില്ല. അപ്പൊ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഇങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ശക്തി കൊണ്ടാണ്. ഇന്നത് എന്ന് നിർണയിക്കാൻ പറ്റാത്തതാണ് മായ. അനിർവചനീയ രൂപ മഹാത്ഭുത സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ സാങ്കാപ്യനങ്കാപ്യുഭയാത്മികാനോ മഹാത്ഭുത അനിർവചനീയ രൂപ അഘടിത ഘടന പടീയസി മായ എന്നൊക്കെ മായയെക്കുറിച്ച് ആചാര്യ ഭഗവത്പാദരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ധൃതരാഷ്ട്രം പറയുന്നത്. അയ്യോ, ഈ മായ തന്നെയാണ് നമ്മളെ മനസ്സിനായിട്ട് ഇങ്ങനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ. മായ തന്നെയാണ് നമുക്ക് അസത്തായിട്ടുള്ള വസ്തുക്കളിൽ രാഗം വർദ്ധിപ്പിക്കുന്നതേ. മായ തന്നെയാണ് സത്യത്തെ മറയ്ക്കുന്നതേ. അപ്പോൾ നമ്മളെ സത്യം പരം ധീമഹി എന്നുള്ള ബോധത്തെ നിലനിർത്താൻ അനുവദിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ആ ശക്തി തന്നെയാണ് മായ. അപ്പൊ ദുർവിമർശപതയാ നിജമായ ഇതം സൃഷ്ട്വ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് തദനുപ്രവിഷ്ട, ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും പ്രവേശിച്ച് അനുപ്രവേശം ചെയ്ത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ഗുണാൻ വിഭജത്തെ, ഓരോരുത്തരിലും ആ ഗുണങ്ങളെ വിഭജിച്ചിരിക്കണു. സാത്വികന്മാർ, രാജസന്മാർ, താമസന്മാർ എന്നിങ്ങനെ. അപ്പൊ താമസന്മാർക്ക് ആ തമോ ഗുണം വിട്ട് പെരുമാറാനാകുമോ? രാജസന്മാർക്ക് ആ രാജസ ഗുണം ഉപേക്ഷിക്കാൻ പറ്റുമോ? സാത്വികന്മാർ സാത്വികന്മാരായി പ്രവർത്തിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോന്നിലും ഈ ഗുണങ്ങളെ വിഭജിച്ചു വെച്ചിരിക്കണു. അപ്പൊ അതില് ഈ ധൃതരാഷ്ട്രൻ എന്ന അന്ധനായിട്ടുള്ള ഈ ഞാൻ പാശബന്ധനാണ്, പുത്രന്മാരോടുള്ള പാശം കൊണ്ട് ബന്ധനായിട്ടുള്ള ഒരു പശു സമനാണ്, ഒരു തമോ ഗുണപ്രധാനിയാണ്. അപ്പൊ പിന്നെ എനിക്ക് എന്താണ് വിധിച്ചിരിക്കുന്നത്? നരകങ്ങൾ തന്നെയാണ്. ഇത് സ്വയം തന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് പറയണം. ഗുണാൻ വിഭജതേ ദുരവബോധവിഹാരതന്ത്ര സംസാര ചക്രഗതയേ തസ്മൈ പരമേശ്വരായ നമഃ. ഇപ്പൊ ഭഗവാൻ ഈ സംസാര ചക്രത്തെ ഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സംസാര ചക്രത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് അവബോധം ചെയ്യാൻ അറിയാൻ കഴിയാത്ത ദുരവബോധമായിരിക്കുന്ന വിഹാരതന്ത്രം, ക്രീഡയാകുന്ന തന്ത്രം. ഭഗവാന്റെ ക്രീഡയാണ് ഇവിടുത്തെ തന്ത്രം. ആ തന്ത്രം കൊണ്ട് ഈ സംസാര ചക്രത്തെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ഗൂഢമായ ഉദ്ദേശ്യങ്ങൾ ആര് കണ്ടു? അല്ലേ? ചില ആളുകൾ തിരക്കഥ എഴുതിയിട്ട്
അത് ആരോടും പറഞ്ഞു കൊടുക്കാതിരിക്കും പോലെ അല്ലേ? ഇപ്പോഴുള്ളൊരു സിനിമ വിവാദത്തിലുണ്ട്, അതിൻ്റെ നായകന് പോലും തിരക്കഥ മുഴുവനായിട്ട് പറഞ്ഞു കൊടുക്കാതെ മാറ്റി പറഞ്ഞു കൊടുക്കുകയും പിന്നീട് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് ചില സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ ഡയറക്ടേഴ്സോ ഒക്കെ. ഇതുപോലെയാണ് ഭഗവാന്റെ സ്ക്രിപ്റ്റ്, നമുക്കൊന്നും കാണാൻ പറ്റില്ല. വെറുതെ നടിക്കുക, എന്നിട്ട് ഏത് കുഴിയിലാ വീണെന്ന് വെച്ചാൽ പോയി വീഴുക. അതാണ് ദുരവബോധ വിഹാര തന്ത്ര സംസാര ചക്രഗതയേ. ആർക്കും ഗ്രഹിക്കാൻ പറ്റാത്ത ഈ ക്രീഡയോടുകൂടി ലീലയായിട്ട് ഈ സംസാര ചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നവനായിട്ടുള്ള തസ്മൈ പരമേശ്വരായ നമഃ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമനാഥനായ പരമകാരണഭൂതനായ നിയന്താവായ ഭഗവാന് നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞ ദീനനായിട്ട് ഒരു വിലാപം പോലെ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ആ ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ അല്ലേ? ഇതെങ്ങനെയാ വെച്ചാല് എല്ലാ അധർമ്മങ്ങളും പ്രവർത്തിച്ച് ഗുരുവായൂർ ചെന്ന് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് കരയുകയും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് തുലാഭാരം തൂക്കുകയും വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏത് അധർമ്മവും ചെയ്യുക, എന്നിട്ട് നേരെ ഗുരുവായൂർ പോയിട്ട് അവിടെ ചെന്ന് വല്ല വഴിപാടുമൊക്കെ ചെയ്ത് ഭഗവാന്റെ കണ്ണ് കെട്ടാൻ വിചാരിക്കും. നടക്കുവോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒരു മുൻഗാമിയാണ് ധൃതരാഷ്ട്രൻ. എല്ലാ തെറ്റുകളും ചെയ്ത് ഈശ്വരനെ തന്നെ ശരണം പ്രാപിച്ച് അഭയം ചോദിക്കുക, മണിയടിക്കാൻ നോക്കുക. നടക്കില്ല. യോ ദുർവിമർശപദയാ നിജമായേദം സൃഷ്ട്വാ ഗുണാൻ വിഭജതേ തദനുപ്രവിഷ്ടഃ തസ്മൈ നമോ ദുരവബോധ വിഹാര തന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വരായ. ശ്രീശുക ഉവാച ഇത്യഭിപ്രേത്യ നൃപതേഃ അഭിപ്രായം സ യാദവഃ സുഹൃദ്ഭിഃ സമനുജ്ഞാതഃ പുനർയദുപുരീം അഗാദ്. ശ്രീശുക ഉവാച ഇത്യഭിപ്രേത്യ നൃപതേഃ അഭിപ്രായം സ യാദവഃ സുഹൃദ്ഭിഃ സമനുജ്ഞാതഃ പുനർയദുപുരീം അഗാദ്. അപ്പോ സഹ യാദവ, ആ യാദവ പ്രമുഖനായ അക്രൂരൻ ഇതി നൃപതേഹേ അഭിപ്രായം അഭിപ്രേത്യ, ഇപ്രകാരമുള്ള നൃപതിയായ ധൃതരാഷ്ട്രയുടെ അഭിപ്രായത്തെ അറിഞ്ഞിട്ട്, ഇയാള് ഒരിക്കലും തിരുത്താൻ പോകുന്നില്ല, താൻ അവശനാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ശരണം പ്രാപിക്കുന്നു, പക്ഷെ തന്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറില്ല. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തെറ്റുകൾ കൂടി തിരുത്താൻ തയ്യാറായാലേ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവുള്ളൂ. അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ച് ഏത് കൊള്ളരുതായ്മയും ചെയ്ത് ഭഗവാൻ നമ്മുടെ ബോഡി ഗാർഡായിട്ടുള്ളൊരു ഗുണ്ടയായിട്ട് ഇങ്ങനെ നിൽക്കണം എന്ന് വിചാരിച്ചാൽ നടപ്പില്ല. ഭഗവാൻ അങ്ങനെ വാടകയ്ക്കെടുക്കാൻ പറ്റിയ, മണിയടിക്കാൻ പറ്റിയ ഗുണ്ടയൊന്നുമല്ല. ഭഗവാന്റേതായിട്ടുള്ള നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. അത് പാലിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ അഭയം ചോദിച്ചാലും ഇല്ലെങ്കിലും ഭഗവാൻ കൂടെ ഉണ്ടാവും. ഭഗവാൻ വിധിച്ചിട്ടുള്ള ധർമ്മമാർഗങ്ങളിലൂടെ ചരിക്കുകയാണെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും. ഒന്ന് സ്മരിച്ചാൽ മതി. ഇങ്ങനെ വാവിട്ട് നിലവിളിച്ച് കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതാപത്തിലും യോഗക്ഷേമം വഹാമ്യഹം. അപ്പൊ സ യാദവ നൃപതേഹേ ഇതി അഭിപ്രായം അഭിപ്രേത്യ, ഇങ്ങനെയുള്ള അഭിപ്രായത്തെ അറിഞ്ഞ് സുഹൃദ്ഭിഹി സമനുജ്ഞാതഃ പുനഃ യദുപുരീം അഗാദ്. ഇവിടെ സുഹൃദ്ഭിഹി സമനുജ്ഞാതഃ എന്ന് പറയുമ്പോൾ കുന്തിദേവി, പാണ്ഡവന്മാർ 5 പേര്, അതുപോലെ തന്നെ വിതുരൻ മുതലായിട്ടുള്ള മഹാത്മാക്കൾ, അവരോടൊക്കെ യാത്ര പറഞ്ഞ് സമനുജ്ഞാതഃ യാത്രാനുമതി ലഭിച്ചവനായിട്ട് പുനഃ യദുപുരീം അഗാദ്, വീണ്ടും യദുപുരിയിലേക്ക് ഗമിച്ചു, മടങ്ങി വന്നു എന്നർത്ഥം. എന്നിട്ടോ വന്നപാടെ എല്ലാ കാര്യങ്ങളും രാമകൃഷ്ണന്മാരോട് പറഞ്ഞു. ശശംസ രാമകൃഷ്ണാഭ്യാം
ധൃതരാഷ്ട്രവിചേഷ്ടിതം പാണ്ഡവാൻ പ്രതി കൗരവ്യ യദർത്ഥം പ്രേഷിത സ്വയം. ശശംസ രാമകൃഷ്ണാഭ്യാം ധൃതരാഷ്ട്രവിചേഷ്ടിതം പാണ്ഡവാൻ പ്രതി കൗരവ്യ യദർത്ഥം പ്രേഷിത സ്വയം. കൗരവ്യ അല്ലയോ പരീക്ഷിത്ത് രാജാവേന്ന്, കുരുവംശത്തിൽ ജനിച്ചവൻ തന്നെയാണ് പരീക്ഷിത്ത്. സുഖബ്രഹ്മർഷി സംബോധനയാണ്, ഹേ കൗരവ്യ അല്ലയോ പാണ്ഡവ കൗരവ വംശത്തിൽ ജനിച്ചവനെ, യദർത്ഥം സ്വയം പ്രേഷിത, ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ടാണോ തന്നെ ഭഗവാൻ അയച്ചത്, മെസഞ്ചറായി അയച്ചത്, പാണ്ഡവാൻ പ്രതി ധൃതരാഷ്ട്ര വിചേഷ്ടിതം രാമകൃഷ്ണാഭ്യാം ശശംസ, ആ പാണ്ഡവന്മാർക്ക് നേരെയുള്ള ധൃതരാഷ്ട്രന്റെ ചേഷ്ടിതങ്ങൾ എന്തൊക്കെയാണ് ധൃതരാഷ്ട്രം മക്കളും കൂടി കാട്ടിക്കൂട്ടുന്നത്, അതെല്ലാം രാമകൃഷ്ണാഭ്യാം ശശംസ, രാമകൃഷ്ണന്മാർ രണ്ടുപേരോടും വേണ്ട പോലെ പറഞ്ഞു, അറിയിച്ചു, ശംസിച്ചു. ശംസിക്കുക എന്നുള്ളതിന്റെ മുമ്പിൽ പ്രശംസ, ആ ശംസ മുതലായിട്ടുള്ള പ്രത്യയങ്ങൾ ചേർക്കാം. ഇവിടെ ശംസ് എന്നുള്ളതിന്റെ മുമ്പിൽ ലിട്ട് അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇതാണ് ശശംസ. വേണ്ട പോലെ ശംസിച്ചു, നന്നായി പറഞ്ഞു എന്നർത്ഥം. അപ്പോൾ എന്താ പറയുക, ഒന്നും വിടാതെ പറഞ്ഞു എന്നും കൂടി താല്പര്യം. കാരണം അക്രൂരനെ അങ്ങനെ മണിയടിക്കാൻ പറ്റുന്ന ആളൊന്നുമല്ല. ധൃതരാഷ്ട്ര അവസാനത്തെ ആ സ്തുതിയൊക്കെ കൊണ്ട് അക്രൂരന്റെ മനസ്സലിഞ്ഞ് ഇവിടെ നടക്കുന്നതൊന്നും അവിടെ പോയി പറയാതിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മീഷൻ നമ്മളെ അന്വേഷിക്കാൻ വന്നാൽ കൈക്കൂലിയൊക്കെ കൊടുത്ത് ചായയും വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് സോഫ്റ്റാക്കി വലിയ നടപടിയൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അയക്കും പോലെയാണ് ധൃതരാഷ്ട്രൻ അക്രൂരനെ അയച്ചത്. പക്ഷെ അക്രൂരൻ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ നടക്കുന്നുണ്ട് എല്ലാം അതുപോലെ ഭഗവാനെ അറിയിച്ചു. അപ്പോൾ ഉദ്ദേശിച്ച കാര്യം അക്രൂരൻ നന്നായി നടത്തി, ഭഗവാനെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. ഇതാണ് അക്രൂരദൂത്, ഹസ്തിനപുരത്തിലേക്കുള്ള അക്രൂരന്റെ. അപ്പൊ ഇത് ഭഗവാൻ എല്ലാം അറിയുന്ന ആളാണ്, എങ്കിലും ഒന്നും കൂടെ അതിന് എല്ലാവർക്കും വ്യക്തത വരുത്താൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ലോകത്തിന് മുമ്പിൽ അറിയിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി. ഇനി ഇതിനനുസരിച്ചാണ് ഭഗവാൻ പാണ്ഡവന്മാരെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിളിച്ചാൽ വെളിപ്പുറത്താണ് ഭഗവാൻ. അപ്പോ ശശംസ രാമകൃഷ്ണാഭ്യാം ധൃതരാഷ്ട്ര വിചേഷ്ടിതം പാണ്ഡവാൻ പ്രതി കൗരവ്യ യദർത്ഥം പ്രേഷിത സ്വയം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഏകോനപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഇതി ദശമസ്കന്ധേ പൂർവാർദ്ധം സമാപ്തം. ഇനി ഉത്തരാർദ്ധം 50-ാം അധ്യായം മുതൽക്ക് തുടങ്ങുന്നു. 50-ാം അധ്യായം മുതൽക്ക് ഇനിയൊരു എന്താ പറയുക, കുറച്ചുകൂടി വലിയ വലിയ കാര്യങ്ങൾ, ഭഗവാൻ കുറെ കൂടി വലിയ ആളായി. അപ്പൊ ഇനി വിവാഹാദി കാര്യങ്ങളിലേക്കൊക്കെ കടക്കണം. അതിനു മുമ്പ് വേറെയും കുറച്ച് പണികൾ ഭഗവാന് തീർക്കാനുണ്ട്. ഭഗവാന്റെ ഭൂമിഭാരം തീർക്കാനായിക്കൊണ്ട് ജരാസന്ധനുമായിട്ടുള്ള ഭഗവാന്റെ യുദ്ധം, അത് 17 പ്രാവശ്യമാണ് ജരാസന്ധൻ തോറ്റോടുന്നത്. 23 അക്ഷൗഹിണികളാണ് ഓരോ പ്രാവശ്യവും കൊണ്ടുവരുന്നത്. അതിനെയൊക്കെ ഭഗവാൻ ഉന്മൂലനം ചെയ്യുന്നു. അതിലൂടെ തന്റെ അവതാര ദൗത്യം, ഭൂമിയുടെ ഭാരം തീർക്കല് വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ട് ഭഗവാൻ സാധിക്കുന്നു. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നാളെ ഇല്ല, മറ്റന്നാൾ. നാളെ കാലടിക്ക് പോകണം, മറ്റന്നാൾ കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് the first
ഹാഫ് പാർട്ട് അല്ലേ, പൂർവാർദ്ധം, ദശമസ്കന്ധം. അപ്പോൾ മറ്റൊന്നാൾ കാണാം. ഹരി ഓം ഹരി ഓം.